നല്ലൊരു പ്ലെയർ ഒരിക്കലും നല്ലൊരു കോച്ച് ആവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ നല്ലൊരു ആക്ടർ ഒരിക്കലും നല്ലൊരു ഡയറക്ടർ ആകണമെന്നും നിർബന്ധമില്ല. വൈ? ബിക്കോസ് ഇതെല്ലാം വേറെ വേറെ സ്കില്ലുകളാണ്. ചിലർക്ക് ജന്മനാ തന്നെ ചില സ്കില്ലുകൾ കിട്ടും. എന്നാൽ മറ്റു ചിലർക്ക് ഈ സ്കില്ലുകൾ വളർത്തിയെടുക്കണമെങ്കിൽ വർഷങ്ങൾ അതേ കാര്യങ്ങൾ തന്നെ റെപ്പിറ്റേറ്റീവായിട്ട് അവർ ചെയ്യേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സും ഫിറ്റ്നസ് കോച്ചസും തമ്മിലുള്ള ഡിഫറൻസ്. ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും നല്ല കോച്ചസ് ആവണമെന്ന് നിർബന്ധമില്ല. നല്ല കോച്ചസ് എല്ലാവരും ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ആകണമെന്ന് നിർബന്ധമില്ല. കാരണം ഇത് രണ്ടും രണ്ട് സ്കില്ലാണ്. ചിലപ്പോൾ ചിലർക്ക് ഇതിൽ ഒരു സ്കില്ലേ കാണും. മറ്റേ സ്കില്ല് അദ്ദേഹത്തിന് വളർത്തിയെടുക്കണമെങ്കിൽ വർഷങ്ങൾ അദ്ദേഹം റെപ്പിറ്റേറ്റീവായിട്ട് ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഉദാഹരണത്തിന് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് ജന്മനാ കിട്ടിയൊരു സ്കില്ലാണ് കോച്ചിങ് സ്കില്ല്. പക്ഷേ ഈ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറുടെ കാര്യം, അതായത് വീഡിയോ എടുക്കുക, വീഡിയോ എഡിറ്റിംഗ്, സ്ക്രിപ്റ്റ്, ഇതൊക്കെ എനിക്ക് അങ്ങനെ ഒരു സ്കില്ലില്ല. ഞാൻ വർഷങ്ങൾ ചെയ്ത് അങ്ങനത്തെ സ്കില്ലുകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി കോച്ചിങ് എന്ന് പറയുന്ന ഒരു സ്കില്ല് നമുക്കുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നമ്മൾ ആയിരക്കണക്കിന് ക്ലയൻസിനെ മാറി മാറി ട്രെയിൻ ചെയ്ത് ആ എക്സ്പീരിയൻസ് ഉൾക്കൊണ്ടുകൊണ്ട് ട്രെയിനിങ്ങിൽ മാറ്റം വരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ നല്ലൊരു കോച്ചാവൂ. ഇനി ട്രെയിനേഴ്സ് അല്ലാത്ത ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറുടെ പ്രധാനപ്പെട്ട പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം. അവരുടെ ബോഡിയെ ബേസ് ചെയ്താണ് അവർ എല്ലാ കണ്ടന്റും ഉണ്ടാക്കി തരുന്നത്. അല്ലാതെ അവർ ഒരു ജനറൽ പോപ്പുലേഷനെയോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളുകളെയോ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. വൈ? ബിക്കോസ് അവർ ചെറുപ്പമായിരിക്കും, അവർ ഹെൽത്തി ആയിരിക്കും, അവർ ഫിറ്റ് ആയിരിക്കും. സോ അവരുടെ കണ്ണിൽ മറ്റുള്ളവരും അവരെ പോലെ തന്നെ ഫിറ്റ് ആണെന്നാണ് ഇവരുടെ ധാരണ. ട്രെയിനേഴ്സ് അല്ലാത്ത ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറുടെ പ്രധാനപ്പെട്ട ഒരു ചിന്താഗതിയാണ്, എല്ലാവരും വരുന്നത് അവരുടെ ഗോൾ എന്താണോ, ഉദാഹരണത്തിന് ബോഡി ബിൽഡിംഗ് ആണെങ്കിൽ അതിനുവേണ്ടി മാത്രമാണ് എല്ലാവരും ജിമ്മിലേക്ക് വരുന്നത്, അല്ലെ ഫിറ്റ്നസ്സിലേക്ക് വരുന്നതെന്നാണ് അവരുടെ ചിന്താഗതി. ഇനി നിങ്ങൾ ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറുടെ വീഡിയോ കണ്ട് ഫിറ്റ്നസ്സിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ. 2, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, എത്ര ആൾക്കാരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, എത്ര ആൾക്കാരെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ള എക്സ്പീരിയൻസ്. 3-മത്തേത് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ്സിലുള്ള നോളജ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്ഡേഷൻ. ഈ 3 കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തുക. ബിക്കോസ് ട്രെയിനേഴ്സിന് സമൂഹത്തിനോട് കുറച്ച് പ്രതിബദ്ധത ഉണ്ടെങ്കിലും ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സിന് അത് കാണണം എന്നില്ല. അവർക്ക് എന്തും വിളിച്ചു പറയാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ.